നിങ്ങളുടെ ഓയിലി സ്കിന്നാണോ? ഓയിലി സ്കിന്നുള്ളവർ മാത്രം ഈ വീഡിയോ കാണുക. കാരണം അവർക്ക് നല്ല ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതെന്താ ഏതാ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ അവസാനം വരെ കണ്ടാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഓയിലി സ്കിന്നുള്ളവർ എന്തായാലും ഈ വീഡിയോ കാണണേ. അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മുഖം ഓയിലി സ്കിന്നാണോ എങ്കിൽ അങ്ങനെയുള്ളവർ എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടാലാണ് നമുക്ക് ഈ വീഡിയോ എന്താണ് നമ്മുടെ ഓയിലി സ്കിന്ന് നമ്മൾ ചെയ്യേണ്ടത്, എന്ത് സോപ്പാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ 1 കിലോ സോപ്പ് ബേസ് കട്ട് ചെയ്ത് മെൽറ്റ് ചെയ്ത് വെച്ചതാണ് ഇത്. ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് കറ്റാർ വാഴയുടെ ജെല്ല് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂണ് മുൾത്താനി മിട്ടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ വീഡിയോസ് കട്ടായി പോയതുകൊണ്ട് നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2 ടീസ്പൂൺ മുൾത്താനി മിട്ടിയും 1 ടീസ്പൂണ് കറ്റാർ വാഴയുടെ ജെല്ലും പിന്നെ 2-3 വിറ്റാമിൻ ഈ ക്യാപ്സ്യൂളിൻ്റെ ഗുളികയും ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്മെല്ലിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഈ അലോവേരയുടെ ഇതാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മുൾത്താനിമിട്ടിയുടെ സോപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ മുഖം കഴുകുക, അതുപോലെ തന്നെ കുളിക്കൊക്കെ ചെയ്ത് നോക്കി നോക്ക്. നല്ലൊരു ഗ്ലോ ആയി കിട്ടും നമ്മുടെ സ്കിന്ന്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മുഖം ഓയിലി സ്കിൻ, അതായത് ഏത് നേരം ഇങ്ങനെ എണ്ണമയം പോലെയുള്ള മുഖമൊക്കെ ഉള്ളവർക്കാണ് വെച്ചെങ്കിൽ ഈ ഒരു സോപ്പ് നല്ല ഉത്തമമാണ്. അപ്പോൾ ഞാൻ പരീക്ഷിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ട് അത് നിങ്ങളെയും കൂടെ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മുൾത്താനിമിട്ടിയുടെ സോപ്പ് പരീക്ഷിച്ച് നോക്ക്. നമ്മുടെ ഓയിലി സ്കിന്നാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് നന്നായിട്ട് പെർഫെക്റ്റായിട്ട് മാറിക്കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും യൂസ് ചെയ്ത് നോക്കി നോക്കും. ഞാനിപ്പോൾ ഇത് സ്ഥിരമായിട്ട് എൻ്റെ ഒരു ഓയിലി സ്കിന്നാണ്. ചില സമയത്ത് ഓയിലി സ്കിന്ന്, ചില സമയത്ത് ഡ്രൈ സ്കിൻ, അങ്ങനെയൊക്കെ ആയിട്ടാണ് എൻ്റെ മുഖം ഇടക്കിടക്ക് ഉണ്ടാവാറ്. അപ്പോൾ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ചിലവരുടെ എത്ര നമ്മൾ മേക്കപ്പ് ചെയ്താലും പുറത്ത് പോയാലൊക്കെ അങ്ങനെ ശരിക്കും ഓയിൽ മുഖത്ത് പരട്ടിയ പോലെയാണ് ചിലവരുടെ മുഖമൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതിനൊക്കെ നല്ല ഉത്തമമായിട്ടുള്ള ഒരു സോപ്പാണ് മുൾത്താനിമിട്ടിയുടെ സോപ്പ്. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കി നോക്ക്. ഇനി നിങ്ങൾക്ക് ഈ സോപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഡ്രൈ ആയിട്ട് സ്കിന്നുള്ളവർക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് പോയിട്ട് കാണുക. ഓയിലി സ്കിന്നുള്ളവർക്ക് ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ള സോപ്പാണ് മുൾത്താനിമിട്ടിയുടെ സോപ്പ്. അപ്പോൾ നിങ്ങൾക്ക് സോപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കൊറിയർ അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇനി ആരും വിഷമിക്കണ്ട. കാരണം എൻ്റെ സ്കിൻ ഓയിലി സ്കിന്നാണല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഡ്രൈ സ്കിന്നാണല്ലോ, എന്ത് ചെയ്യും അങ്ങനെ പറഞ്ഞിരിക്കണ്ട ആരും. അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ടിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്ത് നോക്കുക. കുറഞ്ഞ എമൗണ്ടിന് ചെറിയൊരു കിറ്റൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലുണ്ട്. ഇനി സോപ്പായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചെങ്കിൽ സോപ്പായിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. പിന്നെ എല്ലാവരോടും കൂടെ പറയാനുള്ളത്, നമ്മൾ ഇപ്പോൾ ഓഫർ ഇടുന്നുണ്ട്. അതായത് പെരുന്നാൾ വരെ നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട്. അത് സോപ്പാണെങ്കിലും സോപ്പ് ബേസ് ആണെങ്കിലും അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ പെരുന്നാൾ വരെ നമ്മൾ എല്ലാത്തിനും കുറച്ചൊരു ഓഫർ ഇടുന്നുണ്ട്. പെരുന്നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാ റേറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ റേറ്റിനൊക്കെ സാധനങ്ങൾ വാങ്ങിയിട്ട് വീട്ടിലൊരു ചെറിയൊരു സംരംഭം എന്ന രീതിയിലൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. എന്തായാലും സക്സസ് ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.